ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനപ്രിയ നായകൻ ദിലീപേട്ടൻ്റെ പുതിയ ചിത്രമാണ് ബബ്ബ എന്നുള്ള സിനിമ. അത് ഗോകുലം ഗോപാലിന്റെ പ്രൊഡക്ഷനിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിനിമയിൽ ലാലേട്ടൻ്റെ ഒരു കിടിലൻ കോമിയോ റോൾ ഉണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല, അത് 100% ശരി തന്നെയാണ്. കാരണം ബി ഉണ്ണികൃഷ്ണൻ എന്ന സംവിധായകൻ പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ടായിരുന്നു, ദിലീപേട്ടൻ്റെ ആ ഒരു പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ അതൊരു ഡാൻസ് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ദിലീപും ലാലേട്ടനും ഒരുമിച്ചുള്ള ഒരു ഡാൻസാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം വെളിപ്പെടുത്തുകയുണ്ടായി. എന്നിരുന്നാലും ആ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തനം ഒരുപാട് മറച്ചുവെക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ലാലേട്ടൻ ദിലീപും ഒന്നിച്ചുള്ള സിനിമ തന്നെയാണ് വരാൻ പോകുന്നത്. എന്തായാലും ഒരുപാട് കാലത്തിന് ശേഷം ദിലീപിന്റെ നല്ലൊരു സിനിമ തന്നെ, നമ്മളൊരു മാസ് രീതിയിൽ പ്രതീക്ഷിക്കുന്ന സിനിമ തന്നെയാണ് എന്തായാലും ദിലീപിന്റെ വരാനിരിക്കുന്നത്. ഈ ഒരു സിനിമയിൽ ലാലേട്ടൻ കൂടി ഉണ്ടെന്ന് അറിയുമ്പോൾ ഒരുപാട് തന്നെ സന്തോഷമാണ്. കാരണം ഒരുപാട് കാലത്തിന് ശേഷമാണ് ദിലീപും ലാലേട്ടനും ഒരുമിച്ചുള്ളൊരു സ്ക്രീനിൽ ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കുന്നതും അത് നമ്മൾ ആസ്വദിക്കാൻ പോകുന്നതും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരുപാട് പ്രതീക്ഷയിലാണ്, ഒരുപാട് ആഗ്രഹത്തിലാണ്. ലാലേട്ടൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമിൽ ലാലേട്ടൻ പങ്കെടുത്തപ്പോൾ ലാലേട്ടൻ്റെ ആ മീശ പിരിച്ചിട്ടുള്ള ലുക്ക് ഒരുപാട് വൈറലായിട്ടുണ്ട്. അതിന് ഒരുപാട് പ്രശംസകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പിന്നാലെ ഒരുപാട് റൂമേഴ്സ് ഉണ്ട് ഈ ഒരു ചിത്രത്തിൽ എന്തായാലും 100% ലാലേട്ടൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ. എന്തായാലും അത് ഫൈറ്റ് സീനിലാണെങ്കിൽ ഒന്നും കൂടി ഉഷാറായനെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിയേറ്റർ പൂരപ്പറമ്പാക്കാൻ വേറൊരു ഐറ്റം കൂടി വേണ്ട ആവശ്യമില്ല. ലാലേട്ടനും ദിലീപും തമ്മിൽ ഒരു അടിപൊളി രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു ഫൈറ്റ് സീൻ ആണെന്നുണ്ടെങ്കിൽ അത് തിയേറ്ററിൽ ഒരുപാട് ഓളം സൃഷ്ടിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തൊക്കെ തന്നെയായാലും ഒരുപാട് പ്രതീക്ഷയാണ് ഈ വരാൻ പോകുന്ന ദിലീപിന്റെ ഈ ഒരു ചിത്രത്തിലുള്ളത്. ഒരു കാര്യം പറയാം, ലാലേട്ടൻ ഇപ്പോൾ കഠിനമായിട്ടുള്ള പരിശ്രമത്തിലാണ്. നല്ല നല്ല സിനിമകൾ ചെയ്യണം. അതുപോലെ തന്നെ മുമ്പ് ഒരുപാട് മോശം സിനിമകൾ സമ്മാനിച്ചിട്ടുണ്ടെങ്കിലും അതിനെല്ലാം മാറി ചിന്തിച്ചുകൊണ്ട് ഇപ്പം നല്ലൊരു ട്രാക്കിലാണ് ഇപ്പോൾ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ട്രാക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ല നല്ല വേഷങ്ങൾ മാത്രം സെലക്ട് ചെയ്യുകയും അതിപ്പോൾ ചെറിയ കോമിയോ റോളാണെങ്കിൽ പോലും നല്ല കോമിയോ റോളാണെങ്കിൽ അത് നല്ല നടന്മാരോടൊപ്പം ചെയ്യുകയാണെങ്കിൽ അത് കിടിലമായിട്ട് തന്നെ പോകുകയും ചെയ്യും. 2 ദിവസം മുമ്പ് ഹൃദയപൂർവ്വം എന്ന സിനിമ സത്യനന്ദിക്കാട് സംവിധായകനൊപ്പം ലാലേട്ടൻ ചെയ്യുന്ന പുതിയ സിനിമയാണ് ഹൃദയപൂർവ്വം. അതിൻ്റെ ഒരു ടീസർ കണ്ടായിരുന്നു. നല്ല കിടിലനായിട്ടുള്ള ഒരു വൈബുള്ള ഒരു സിനിമ തന്നെയാണ്. എന്തായാലും ഓണം ലാലേട്ടൻ തൂക്കുന്നുള്ള അതിൽ യാതൊരു സംശയവുമില്ല. അതേപോലെ തന്നെ ലാലേട്ടൻ്റെ ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങളായാലും എന്തായാലും ജിത്തു ജോസഫ് ദൃശ്യം സിനിമയുടെ 3ാം ഭാഗം എന്തായാലും അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അതും കൂടി വരികയാണെങ്കിൽ ലാലേട്ടൻ്റെ നല്ല ബെസ്റ്റ് കരിയർ തന്നെയാണ്, നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല വേറെയും ഒരുപാട് സിനിമകൾ വരാനിരിക്കുന്നുണ്ട് ലാലേട്ടൻ തന്നെ. അതിനെല്ലാം പുറമെ തന്നെ മലയാളികൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ലാലേട്ടനും മമ്മൂക്കിയും തമ്മിൽ ഒരുമിച്ച് വരുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും വരാനിരിക്കുന്നുണ്ട്. എന്തായാലും നല്ല സിനിമകൾ പിറവിയെടുക്കട്ടെ.